നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഡോക്ടർ, ജയറാമിന് നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. മരുന്നുകളോട് പൂർണ്ണമായിട്ടും പ്രതികരിക്കാൻ തുടങ്ങി. ഇനി നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. താങ്ക് യു ഡോക്ടർ. പക്ഷേ ഇനിയുള്ള കാര്യങ്ങളിൽ നിങ്ങളെല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കണം. ശരി ഡോക്ടർ. വിസിറ്റേഴ്സിനെ കുറച്ച് ദിവസത്തേക്ക് തീർച്ചയായും ഒഴിവാക്കണം. ശരി ഡോക്ടർ. ജയറാമിന്റെ അത്ഭുതകരമായിട്ടുള്ള ഒരു തിരിച്ചുവരവാണിത്. എനിക്ക് തന്നെ ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത്ര സീരിയസ് ആയിരുന്നു. മോളുടെ പ്രാർത്ഥനയുടെ ഫലമാണിതൊക്കെ. ദൈവം അത് കേട്ടു. ഡോക്ടർ, എനിക്ക് എന്റെ അച്ഛനെ ഇപ്പൊ ഒന്ന് കാണാൻ പറ്റുമോ? പിന്നെന്താ, കേറി കണ്ടോളൂ. ശരിയെന്നാ. ശരി. അച്ഛാ, 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 മോളെ, അച്ഛാ, അച്ഛാ, മോള് കരയല്ലേ? ACP പുറത്തുണ്ട്. മറ്റുള്ളവരൊക്കെയോ? എല്ലാവരും ഉണ്ടായിരുന്നു. മോളെ, എന്റെ അമ്മ വന്നിരുന്നോ? അച്ഛൻ വിഷമിക്കണ്ട, മുത്തശ്ശി വന്നില്ല. അമ്മ ഇതുവരെ എന്നോട് ക്ഷമിച്ചില്ലേ? ഞാൻ മരിച്ചാലും അമ്മ എന്നോട് പൊറുക്കില്ലായിരിക്കും. അല്ല, അമ്മയ്ക്ക് ഞാൻ മരിച്ചുപോയ മകനാണല്ലോ. നന്ദിനി വന്നിരുന്നില്ലേ? അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞിനെ നോക്കേണ്ടതുകൊണ്ട് വീട്ടിലേക്ക് പോയി. അമ്മ വലിയ കരച്ചിലായിരുന്നു. നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായി ഒരുമിച്ച് ജീവിക്കണം. അതാണ് എല്ലാവർക്കും ഇഷ്ടം. അമ്മയൊക്കെ അതിനെ സമ്മതിക്കും. നമുക്ക് ഈ വിഷയം വിടാൻ ഗിരി. എന്നൊരാഗ്രഹം പറഞ്ഞതാണ്.
നിങ്ങൾ ഒന്നിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം. അതെനിക്ക് കാണണം. വാ, പോകാം. വാ. കുറേ ദിവസത്തേക്ക് വളരെ ശ്രദ്ധിക്കണം കേട്ടോ മിസ്റ്റർ ജയറാം. ശരി ഡോക്ടർ. വീട്ടിൽ ചെന്നാലും ഞാൻ കുറിച്ചു തന്ന മെഡിസിൻസ് എല്ലാം കൃത്യമായിട്ട് കഴിക്കണം. ആ, മോള് അച്ഛന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആ ശരി ഡോക്ടർ. ആ, അപ്പോ എല്ലാം ഓക്കെ. 2 ആഴ്ച കഴിഞ്ഞ് ഒന്നുകൂടി ചെക്കപ്പിന് വരണം. ശരി. ആ ജയറാം, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അതെല്ലാം കാർത്തിക് സാർ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ആവശ്യം വരികയാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വന്നേക്കാം. പോട്ടെ. ശരി ഡോക്ടർ. അങ്ങനെ മരണത്തിനും എന്നെ വേണ്ടതായിരിക്കുന്നു. വീണ്ടും ഞാൻ ജീവിതത്തിലേക്ക്. എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാനും ഈ അമ്മയും എത്ര കരഞ്ഞുവെന്ന് അച്ഛനറിയാവോ? എനിക്കറിയാം, ഈ അമ്മയുടെയും ഈ മകളുടെ ഹൃദയം തകർന്നുള്ള പ്രാർത്ഥനയാ എനിക്ക് തിരിച്ചു കിട്ടിയ ജീവൻ. ഞാൻ വിവാഹമോചനം നടത്തി പിരിഞ്ഞു പോയെങ്കിലും ദേവി ആ താലിമാല ഊരി മാറ്റിയിരുന്നില്ല. ആ താലിയുടെ ശക്തി ഈ കിടക്കുന്ന ഞാൻ. ഒരിക്കൽ കൂടി ഞാൻ ദേവിയോട് മാപ്പ് ചോദിക്കുന്നു. എന്തിനാ അച്ഛാ അമ്മയോട് എന്തിനാ മാപ്പ് ചോദിക്കുന്നേ? ഇത് ദേവിയല്ലേ, സാക്ഷാൽ ദേവി. എന്നാലും എന്റെ അമ്മ എന്നോട് ക്ഷമിച്ചിട്ടില്ല. അമ്മ ഹോസ്പിറ്റലിൽ വന്നില്ലെന്നുള്ളൂ ചേട്ടാ. സത്യത്തിൽ ഞങ്ങളുടെ ഒന്നുമല്ല, ആ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.